ഈ തിരുവാർപ്പ്, അയ്മനം, മണിപ്പുഴ, ചെങ്ങളം മേഖലകളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ല എന്നാണ് ടോബി റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങൾ എന്താണ് ടോബി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്, ഒരു 2-3 ദിവസത്തിന് മുൻപാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തത്. ആ മഴ അല്പം ശമനമുണ്ടായെങ്കിലും ഇടവിട്ട് ആ മഴ പെയ്യുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മീനച്ചിലാറ്റിലൂടെ ജലം ഒഴുകി വരുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളായിട്ടുള്ള പടിഞ്ഞാറൻ മേഖലയിലേക്കൊക്കെ വെള്ളം ഒഴുകിയെത്തി. പക്ഷേ ഇവിടെ നിന്നും കായലിലേക്ക് വെള്ളം പോകാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഇതുപോലെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമരകം റോഡാണ്. ഇങ്ങനെ കോട്ടയം കുമരകം റോഡിൽ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജലനിരപ്പ് മീനച്ചിലാറ്റിൽ കുറച്ചുകൂടി ഉയരുകയാണെങ്കിൽ ഈ വഴിയുള്ള ഗതാഗതം അത് താറുമാറാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇല്ലിക്കൽ കവലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലെയും വന്നതാണ്. സമാനമായ സ്ഥിതി തന്നെയാണ്. ജലനിരപ്പ് ഉയർന്നതല്ലാതെ മറ്റൊരു ആശ്വാസമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നില്ല. പല സമയങ്ങളിലും നമ്മൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടാറുണ്ട്. എന്തായാലും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് അത് ഉയർന്ന് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്നതാണ് ജനജീവിതം ദുസ്സഹമാക്കുന്നതെന്ന് പറയാം. ഇടവിട്ടുള്ള മഴ തുടരുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുമുള്ള അറിയിപ്പ് പ്രകാരം വരും മണിക്കൂറുകളിലും ശക്തമായിട്ടുള്ള മഴ, ഇടവിട്ടുള്ള മഴ, ഇടിമിന്നലോടുകൂടിയുള്ള മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 35-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ താഴ്ന്ന പ്രദേശങ്ങളിൽ തുറന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ ലഭ്യമാകണം. മുണ്ടക്കയം, തിക്കോയി, അതുപോലെ തന്നെ കോഴ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ മഴ അതിശക്തമായിരുന്നു. എന്തായാലും ഈ വരും മണിക്കൂറുകളിലും ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് താഴ്ന്ന പ്രദേശങ്ങൾ. എസ്. കെ. എൻ. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ചേർന്നത്.